ഞങ്ങളുടെ സമൂഹം കത്തോലിക്ക സമൂഹമാണ് ഇത് ഏറ്റവും സമ്പന്നർ. 2% താഴെയുള്ള ക്രിസ്ത്യാനികൾക്ക് ഈ രാജ്യത്ത് 93 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഞങ്ങളുടെ ഒരു കോൺഗ്രിഗേഷനാണ് CMI എന്ന് പറയുന്ന ഒരു സഭ. ധർമാരം കോളേജും ബാംഗ്ലൂർ, അതുപോലെ ആലുവയിലെ പ്രസ്ഥാനം, ഇവർക്കൊക്കെ മുകേഷ് അംബാനിയേക്കാളും സമ്പത്തുണ്ട്. ഒരു നികുതി അവർക്ക് കൊടുക്കണ്ട. ഇതെല്ലാം ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട്, സൊസൈറ്റീസിലെ ചാരിറ്റി ആണ് അവർ ചെയ്യുന്നത്. അവർക്ക് നികുതി കൊടുക്കണ്ട. ഈ അടുത്ത കാലത്ത് ഒരു ആർച്ച് ബിഷപ്പ് ഞങ്ങൾക്കുണ്ട്, കത്തോലിക്കനല്ല, KP യോഹന്നാൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ KP യോഹന്നാൻ്റെ വിദേശ പണം ഒരുപാട് അയാൾ വരുത്തുന്നുണ്ടായിരുന്നു. 750 കോടി രൂപ ഗോസ്പൽ ഏഷ്യ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിന് വേണ്ടി അമേരിക്കയിൽ നിന്ന് അയാൾ പിരിച്ചെടുത്തു. ഇന്ത്യയിലെ ജനങ്ങൾ 33% കുടിവെള്ളം, ശുദ്ധമായ കുടിജലമില്ലാതെ രോഗഗ്രസ്തരാകുന്നു. ഞങ്ങളിവിടെ കിണർ കുഴിച്ച് വെള്ളം കൊടുക്കാൻ പോകുന്നു. ആ കിണറുകൾക്ക് ജീസസ് വെൽ എന്ന് പേര് കൊടുക്കും, ക്രിസ്തുവിൻ്റെ ശുദ്ധജല കിണർ എന്ന് പേര് കൊടുക്കും. ഇതിനുവേണ്ടി 750 കോടി രൂപ പിരിച്ചിട്ട് അയാൾ 5.25 കോടിക്ക് കിണറുണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. അമേരിക്കയിൽ ഈയിടെ അടുത്ത കാലത്ത് ചെന്നപ്പോൾ അവർക്ക് ഈ തട്ടിപ്പ് മനസ്സിലായി. അവർ പറഞ്ഞു, നിങ്ങൾ പിരിച്ച് ഇവിടുന്ന് തന്ന കണക്കിൻ്റെ പണവും ചിലവാക്കിയ രീതിയും ഞങ്ങൾക്കറിയണം, അല്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമേരിക്കയിൽ അത് കേസാകുമെന്നറിഞ്ഞ് KP യോഹന്നാൻ 261 കോടി രൂപ ഗോസ്പൽ ഏഷ്യയുടെ അമേരിക്കൻ ബ്രാഞ്ചിന് പിഴ കെട്ടിയിട്ട് അയാളെ തടി തപ്പിയത്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇഷ്ടംപോലെ വിദേശ പണം ആരും ചോദ്യം ചെയ്യാനുണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ വരുന്നുണ്ട്, എല്ലാം സമ്പാദിച്ചു കൂട്ടുന്നുണ്ട്, അവരുടെ സൗകര്യത്തിന് വേണ്ടി കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതുപോലെ ഈ രാജ്യം പോയാൽ നമ്മളെവിടേക്കാണ്? അരാജകത്വത്തിലേക്കാണ് പോകുന്നത്.